ദൈവദാസി മദർ കാർല ബൊർഗേരി. മനുഷ്യാവതാര പ്രേഷിത സന്യാസ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സഭാസ്ഥാപക, മനുഷ്യനായി അവതരിച്ച ഈശോയുടെ സ്നേഹിത, വേദനിക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അമ്മ. 1922 ഫെബ്രുവരി 17 ഇറ്റലിയിലെ നോവിലി ഗുരിയിൽ ജനിച്ചു. രണ്ടാം ലോക മഹായുദ്ധം അവളുടെ കുടുംബത്തെ തകർത്തു. അമ്മയും മകളും തനിച്ചായി. ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും സഹനത്തിലൂടെ അവരുടെ ജീവിതം മുന്നോട്ടു നീങ്ങി. 22-ാം വയസ്സിൽ ട്യൂബർകുലോസിസ് രണ്ടാമതും വന്നപ്പോൾ റോമിലെ ഫോർലിനി ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. അവിടെ ദൈവനിയോഗം പോലെ ഓർഫയോ റൊമാനി എന്ന വൈദികനെ കണ്ടുമുട്ടി. ദൈവസ്നേഹത്തിലേക്ക് അവളെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് അദ്ദേഹം അവളുടെ ആത്മീയ ഗുരുവായി തീർന്നു. ഇത് അവളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. ആശുപത്രിയുടെ ചെറുചാപ്പലിൽ ഒറ്റയ്ക്കിരിക്കുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നു. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. 1948 ജനുവരി 21 കാത്തലിക് ആക്ഷനിൽ ചേർന്ന് അതിലൂടെ അവളുടെ ജീവിതയാത്രയ്ക്ക് പുതിയ താളം ലഭിച്ചു. 1951 നവംബർ 13 ദൈവത്തിന് തൻ്റെ തന്നെ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. തൻ്റെ ആത്മീയ ഗുരുവിന്റെ അനുവാദത്തോടെ സ്വകാര്യവ്രതം സ്വീകരിച്ചു. അവളുടെ ജീവിതശൈലി മനസ്സിലാക്കിയ ചില യുവതികൾ അവളെ സമീപിച്ചു. അവരും സന്യാസ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു. അത് പുതിയൊരു സന്യാസ സമൂഹത്തിന്റെ തുടക്കമായി തീർന്നു. 1961 ജൂൺ 29 മനുഷ്യാവതാര സന്യാസ സഭയുടെ ആദ്യ സമൂഹം രൂപപ്പെട്ടു. ദൈവപരിപാലനയിൽ ആ കൊച്ചു സമൂഹം വളർന്നു വന്നു. 1988 മാർച്ച് 19 ജോൺ പോൾ രണ്ടാമൻ പാപ്പ അവരെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേപ്പൽ റൈറ്റായി അംഗീകരിച്ചു. ദാരിദ്ര്യത്തിന്റെ പുൽത്തൊട്ടിയിൽ മനുഷ്യനായി അവതരിച്ച യേശുവിനോടുള്ള സ്നേഹം അവളിൽ നിറഞ്ഞു കവിഞ്ഞു. താൻ സ്നേഹിച്ച യേശുവിനെ കുറിച്ച് വളരെയധികം എഴുതുകയും ആ ഈശോയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് തൻ്റെ പ്രവൃത്തികളിലൂടെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവം ഉണ്ടെന്നുള്ള സന്ദേശം നൽകുകയും ചെയ്തു. ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യ, ഐവറി കോസ്റ്റ്, അൽബേനിയ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലും സന്യാസ സഭകൾ സ്ഥാപിച്ചു. അനാഥ കുഞ്ഞുങ്ങൾക്കും ആലംബഹീനർക്കും വൃദ്ധർക്കും വികലാംഗർക്കും വേണ്ടിയുള്ള ഭവനങ്ങൾ പല രാജ്യങ്ങളിൽ മദർ നിർമ്മിച്ചു. 1994 ദിവ്യകൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിലൂടെ ദൈവിക സാന്നിധ്യം എല്ലാവർക്കും അനുഭവവേദ്യമാകുന്നതിനും പങ്കുവയ്ക്കപ്പെടുന്നതിനും മനുഷ്യാവതാര സന്യാസ സഭയുടെ വൈദിക സമൂഹം രൂപീകരിക്കപ്പെട്ടു. 2006 സെപ്റ്റംബർ 20 അവളുടെ ആത്മീയ പുത്രിമാരും പുത്രന്മാരും ചുറ്റും നിൽക്കെ കർത്താവിന്റെ മാലാക എന്ന പ്രാർത്ഥനയ്ക്കിടെ വചനം മാംസം ധരിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന വാക്കുകളിൽ അവളുടെ ആത്മാവ് ദൈവത്തിൽ ലയിച്ചു. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലുമുള്ള അവളുടെ ജീവിതം സഭ തിരിച്ചറിഞ്ഞു. ഈ നന്മകളെ പരിഗണിച്ച് തിരുസഭ മദർ കാർലയെ ദൈവദാസിയായി പ്രഖ്യാപിച്ചു. വിശുദ്ധിയുടെ മാറ്റുരച്ചു നോക്കുന്ന പ്രക്രിയകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധയുടെ നാമകരണ പ്രക്രിയയുടെ രൂപതാഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സമാപന ചടങ്ങുകൾ ഇറ്റലിയിലെ ഫ്രസ്കാത്തിലുള്ള വിശുദ്ധ പത്രോസിന്റെ കത്തീഡ്രലിൽ വെച്ച് 2025 ഏപ്രിൽ 26 നടത്തപ്പെട്ടു. ബിഷപ്പ് സ്റ്റെഫാനോ റൂസോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിരവധി വൈദികർ ഒന്നുചേർന്ന് കൃതജ്ഞതാ ബലി അർപ്പിച്ചു. തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ ഇറ്റലിയുടെ പല ഭാഗത്തു നിന്നും വിശ്വാസികൾ എത്തിച്ചേർന്നു. മദർ കാർലയുടെ ജീവിതത്തെക്കുറിച്ച് സൂക്ഷ്മ അന്വേഷണങ്ങൾ നടത്തി കണ്ടെത്തിയ രേഖകളിൽ തെളിഞ്ഞു നിൽക്കുന്ന നന്മകളെക്കുറിച്ച് പോസ്റ്റ്ലേറ്റർ വാൾഡരി ആദരപൂർവ്വം അനുസ്മരിച്ചു. ഇൻകാർണേഷൻ സഭയുടെ വികാരി ജനറലും വൈസ് പോസ്റ്റ്ലേറ്ററുമായ സിസ്റ്റർ ലൊറാദോ പഞ്ഞോള വിശുദ്ധ രേഖകൾ ലഭിച്ചതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ഈ വിശുദ്ധ രേഖകൾ ഔദ്യോഗികമായി ബിഷപ്പ് സ്റ്റെഫാനോ റൂസോയ്ക്ക് കൈമാറി. പിതാവ് അത് സ്വീകരിച്ച് സീൽ ചെയ്തു. ദൈവകൃപയാൽ മദർ കാർലയുടെ വിശുദ്ധ പദവിക്കുള്ള തുടർ നടപടികൾ ത്വരിതപ്പെടുത്താൻ ഇടവരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.